ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം പച്ചക്കറികളിൽ നമുക്ക് ഗോമൂത്രം എങ്ങനെ നല്ല വീര്യത്തോടെ കൊടുക്കാമെന്നതിനെ പറ്റിയാണ്. അതായത് ഗോമൂത്രം എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി വിളകളിൽ നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു വളമാണ്. അതായത് യൂറിയ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നതിന് പകരം ജൈവ കൃഷിയിലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഗോമൂത്രമാണ്. അപ്പോൾ സാധാരണ ഗോമൂത്രം കൊടുക്കുന്നത് 10 ഇരട്ടി വെള്ളം ചേർത്താണ് നമ്മൾ ഗോമൂത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഇച്ചിരൂടെ കൂട്ടി നമുക്ക് പച്ചക്കറി വിളകൾ, അതായത് ചീരയ്ക്കാണെങ്കിലും മറ്റുള്ള ഇലക്കറികൾക്ക് ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് വിളകൾക്കാണേലും നമുക്ക് കൊടുക്കുന്നത് ഏറ്റവും നന്നായിട്ട് വീര്യം കൂട്ടാൻ നല്ലത് ശർക്കര ഉപയോഗിക്കുമ്പോഴാണ്. ശർക്കര ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിനകത്തുള്ള ബാക്ടീരിയകൾ, അതായത് മൈക്രോ ഓർഗാനിസംസ്, അതിൻ്റെ അളവ് കൂടും. ഇതിനകത്തുള്ള അളവ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വീര്യവും നന്നായിട്ട് തന്നെ കൂടും. അതിനുശേഷം നമുക്ക് അതിനെ പുളിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് ഒരു ലിറ്ററോളം വരുന്ന കുപ്പിയിൽ ഉള്ള ഗോമൂത്രം എന്ന് വെച്ചാൽ സാധാരണ പശുവിൻ്റെ മൂത്രം തന്നെയാണ്, അല്ലാതെ വെള്ളം ചേർന്നിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനത്തുള്ള ഗോമൂത്രം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുക. ഇത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ സാധാരണ എല്ലാം ഓവിൽ നിന്നൊക്കെ ഓവ് പിടിച്ചിട്ടൊക്കെയാണ് സാധാരണ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ചാണകത്തിൻ്റെ ഇതിലൂടെ കാണും. അപ്പോൾ ഞാനിത് ഏകദേശം 2-3 ലിറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കാം കേട്ടോ. ഇത് പിന്നെ പച്ചക്കറികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തൈകൾക്ക് നമ്മൾ രാസവളം സ്പ്രേ ചെയ്യുന്നതിന് പകരം തന്നെ ചെറിയ രീതിയിൽ ഒക്കെ ഇതിനകത്ത് ഒരു 10 ഇരട്ടി വെള്ളം, ഇപ്പോൾ ഒരു 100 മില്ലി ഗോമൂത്രം എടുക്കുകയാണെങ്കിൽ അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇലകളിലും അതുപോലെ ചുവട്ടിലും കൊടുക്കാം. പിന്നെ തീരെ 2-3 ഇല പരുവത്തിലുള്ളതിനെ സാധാരണ പിന്നെ ഗോമൂത്രം അങ്ങനെ 10 ഇരട്ടിയല്ല, അതിലും 10-20 ഇരട്ടി ചേർക്കണം. ഒരു 15 മുതലെങ്കിലും പിന്നെ ഇരട്ടി വെള്ളം ചേർക്കണം. അതായത് ഒരു 50 മില്ലി എടുക്കാവും സാധാരണ ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക്. പിന്നെ ഇലകളിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ തൈകളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ചെടിയിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കണം, അതിൻ്റെ എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ, അതായത് കരിയുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ മൊത്തത്തിലടിച്ചിട്ട് മൊത്തം കൂടെ കരിഞ്ഞു പോയാൽ, ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഇവയുടെ വീര്യം കൂടി നിൽക്കുന്ന സമയത്താണ്, അതായത് ഈർപ്പമില്ലാത്ത അന്തരീക്ഷമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവ ചെടികൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചീരയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ഔഷധം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പവറുള്ള ഒരു വളമാണ് ഈ ഗോമൂത്രം. അപ്പോൾ ഈ ഗോമൂത്രത്തിലേക്ക് പിന്നെ വേണ്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ശർക്കര, ഈ ഉണ്ട ശർക്കര ടൈപ്പാണ് ഇത്. മറ്റേ ഒഴുക്ക് ശർക്കരയല്ല, ഉണ്ട ശർക്കര. അപ്പോൾ ഇതൊരു ശകലം മതി. ഇതിലൊരല്പം ഞാൻ ഏകദേശം 3 ലിറ്ററിന് വേണ്ടി ഏകദേശം ഇത്ര മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്കങ്ങ് ഇടുക. ഇനി ഇതിലേക്ക് ഒരു കമ്പിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കണം എന്ന് വെച്ചാൽ ഇത് പൊടി രൂപത്തിലുള്ളതാണ്, എന്നിരുന്നാലും ഇതിനകത്തേക്ക് നന്നായിട്ട് ലയിച്ചിട്ട് ഇതൊരു 4-5 മിനിറ്റോളം നന്നായിട്ടങ്ങ് ഇളക്കി ചേർത്തിട്ട് ഇത് ചെറിയ കുപ്പികളിലാണെങ്കിലും നമുക്ക് അടച്ചു വെക്കാം. പക്ഷേ കുപ്പികളിൽ അടച്ചു വെക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. നമ്മൾ ഈ കുപ്പിയിൽ പൂർണ്ണമായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിക്കകത്ത് നിന്ന് ഇതിൻ്റെ ഗ്യാസ് വന്ന് നിറയും. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പി ഇങ്ങനെ വെച്ചിട്ട് കുപ്പി ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടപ്പ് മാത്രം ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. അതെവിടെയും നമ്മൾ തട്ടി വീഴാത്ത ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതേപോലെ തന്നെ ഉള്ള പാത്രത്തിന് നമ്മൾ ഒരു കോട്ടൺ തുണി, ഒരുപാടങ്ങ് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല, ഒരു സാധാരണ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയാലും മതി. പിന്നെ ഒരു ദിവസം ഇന്നിപ്പോൾ ഇളക്കിയെങ്കിൽ നാളെ ഒരു നേരമെങ്കിലും ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. അങ്ങനെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവ ഏകദേശം നന്നായിട്ട് ഒരു പുളിച്ച് അതിൻ്റെ ആ പരുവത്തിലെത്തി കാണും. പുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ സമയത്തേക്ക് ഏകദേശം അതിനകത്തെ മൈക്രോ ഓർഗാനിസംസിൻ്റെ പിന്നെ വർധനവ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്ന് വെച്ചാൽ അതുപോലെ നന്നായിട്ടങ്ങ് പതയും ഈ ശർക്കര കൊടുക്കുന്നതിലൂടെ. അപ്പോൾ അതിൻ്റെ അളവ് കൂടുകയും ചെയ്യും. പിന്നെ ഈ ടോണിക്കിനെയാണ് നമ്മൾ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇലകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ചെടികളുടെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചീരയും വഴുതനയും മറ്റുള്ള ചെടികളുടെ തൈകളൊക്കെ നല്ല കരുത്തോടെ വളരും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്തരത്തിലുള്ള ജൈവ കൃഷിയിലെ നമുക്ക് മാതൃക പിന്തുടർന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പരിധി വരെയുള്ള രാസവളങ്ങളും രാസകീടനാശിനികളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.